ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു ജാക്കറ്റ് തുന്നിയെടുക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ തുന്നൽ അറിയാത്തൊരാൾക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ ഇതിന് വളരെ കുറച്ച് തുണി മതി. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.25 മീറ്ററാണ്. പക്ഷേ ഒബ്വിയസ്ലി കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 1.5 മീറ്റർ വേണ്ടി വരും. 2 മീറ്റർ വരെ ആവാം. അപ്പോൾ അത്ര കുറച്ച് തുണി കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. ഇതിപ്പോൾ കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 മീറ്ററിന് 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1.25 മീറ്റർ പിന്നെ ലാസ്റ്റ് ബിറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ടൊരു 70 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു കഷ്ണം തുണിക്ക്. ഇനി ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1.25 മീറ്റർ തുണി ഞാൻ ജസ്റ്റ് പകുതിയായിട്ട് മുറിക്കുകയാണ്. ഇത് ഫുള്ള് എന്തായാലും വേണ്ടി വരും. ഒട്ടും ഇതിന്ന് വേസ്റ്റേജ് ഉണ്ടാവില്ല. ഇത് ഫുൾ തുണി എന്തായാലും കംപ്ലീറ്റ്ലി വേണ്ടി വരും. എന്നിട്ട് അതിനെ രണ്ടിനെയും ഇതേപോലെ പകുതിയായിട്ട് മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഫ്രണ്ടും ഒരെണ്ണം ബാക്കുമാണ്. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പാകം ആയിട്ടുള്ള ഒരു ടോപ്പോ അല്ലെങ്കിൽ ടീഷർട്ടോ എന്താ വെച്ചാൽ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. സ്ലീവ്ലെസ് വെക്കുകയാണെങ്കിൽ കുറേ കൂടി എളുപ്പമുണ്ടാവും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കാണ് കേട്ടോ മാർക്ക് ചെയ്യണത്. ബാക്ക് നെക്ക് 1 ഇഞ്ച് ഇറക്കിയിട്ടാണ് മാർക്ക് ചെയ്യണത്. അതിൻ്റെ വിഡ്ത്ത് ഞാനൊരു 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന ടോപ്പിൻ്റെ വിഡ്ത്ത് കുറേ കൂടി കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ചിട്ട് 3 ഇഞ്ച് വെച്ചിരിക്കുന്നത്. ഷോൾഡർ ആ ടോപ്പിനനുസരിച്ച് വെച്ചിട്ട് അതിൻ്റെ കുറച്ചും കൂടുതൽ എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉള്ളിലേക്ക് മടക്കി എടുക്കുമ്പോൾ കുറച്ച് പോവുമല്ലോ, അതുകൊണ്ട്. എന്നിട്ട് അതിൻ്റെ കൈക്കുഴി എങ്ങനെയാണോ അതിനനുസരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൈക്കുഴി അങ്ങനെ വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോൾഡർ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടുന്ന് താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേ കണ്ടോ, ഇതേപോലെ ഒരു സ്ക്വയർ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കർവ് വരച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് കൈക്കുഴി കിട്ടും. അപ്പോൾ ഏതാ നമുക്ക് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ടോപ്പ് വെച്ച് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇതേപോലെ 7 ഇഞ്ച് വെച്ചിട്ട്. ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വേണമെങ്കിൽ 8 ഇഞ്ച് വരെ ആവാം. മാക്സിമം അത്ര തന്നെ വേണ്ടി വരുള്ളൂ. അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ കൈക്കുഴി വരച്ചിട്ടില്ലേ, അത് എങ്ങനെയാണോ വരച്ചിട്ടുള്ളത് അതിനനുസരിച്ച് വെട്ടിയെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് ഒന്നും കൂടി കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു സ്ക്വയർ മാർക്ക് ചെയ്യാണ്, ഷോൾഡറിൻ്റെയും അതേപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം വെച്ചിട്ട്. മാർക്ക് ചെയ്തതിന് ശേഷം അതേപോലെ തന്നെ ഫ്രണ്ട്, അതായത് ഫ്രണ്ടിൻ്റെ തുണി ഉണ്ടല്ലോ, ഫ്രണ്ട് തുണി, അവിടെ അതേപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഫ്രണ്ടിലത്തെ തുണി അതിനെ അങ്ങോട്ട് മാറ്റാണ്. നമുക്ക് ബാക്ക് പോർഷൻ മാത്രം മതി. ബാക്ക് പോർഷൻ്റെ നെക്ക് ഏത് പോലെയാണോ നമ്മൾ വരച്ചിരിക്കണത് അതേപോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെ കത്രിക വെച്ച് മുറിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ വെച്ച് വർക്ക് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അത് ത്രൂ ഔട്ട് അടി വരെ നമ്മൾ എത്രയാണോ ജാക്കറ്റിൻ്റെ നീളം ഉള്ളത് അതുവരെ താഴേക്ക് 3 ഇഞ്ച് തന്നെ ഇതേപോലെ കറക്റ്റായിട്ട് ഒരു മെഷറിംഗ് ടേപ്പ് വെച്ചിട്ട് 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഷോൾഡർ എത്രയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ. നമ്മളിപ്പോൾ അത് 2 ഇഞ്ച് ആണെങ്കിൽ 2 ഇഞ്ച്, എന്നിട്ട് അതിൻ്റെ തൊട്ടുപുറത്ത് 1 ഇഞ്ച് വിട്ടിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു വരയും കൂടെ വരച്ചു കൊടുക്കുക. നമ്മൾ 1 ഇഞ്ച് എന്തിനാണ് വിടണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടക്കി അടിക്കാനുള്ള തുണി വേണം. അതിനാണ് നമ്മൾ ഏകദേശം 3/4 to 1 ഇഞ്ച് വരെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് വരച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അത് വെട്ടിയതിന് ശേഷം ഇതേപോലെ നമുക്ക് മടക്കി അടിക്കണം. ഇങ്ങനെ മടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 1 ഇഞ്ച് നമ്മൾ അപ്പുറത്തേക്ക് ആക്കി വെട്ടിയത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്ര തന്നെ ചെയ്താൽ തന്നെ നമ്മുടെ ഫ്രണ്ട് ഭാഗം റെഡിയാണ്. നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ജാക്കറ്റാണ് ചെയ്യണത്. ഇതിന് കെട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ സൈഡിലും ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് അറ്റം എത്തണ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട് പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പോർഷനിലേക്ക് കടക്കാം. കണ്ടോ, ഈ കഴുത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇതേപോലെ മടക്കി അടിക്കാം. പക്ഷെ ഒട്ടും പെർഫെക്ഷൻ ഉണ്ടാവില്ല ഇങ്ങനെ മടക്കി ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുകയാണെങ്കിൽ. അതിന് നമുക്ക് വേറൊരു തുണി തന്നെ വേണം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കഷ്ണം തുണി, ഏതെങ്കിലും ഒരു തുണി എടുക്കുക, എന്നിട്ട് ക്രോസ് ആയിട്ട് വെട്ടണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യം. ഞാൻ ഇപ്പോൾ ഒരു വേസ്റ്റ് തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഞാൻ സ്ലാൻഡിങ് ആയിട്ട് വരച്ചു കൊടുത്തിട്ട് 1 ഇഞ്ച് ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. 1 ഇഞ്ച് മതി കേട്ടോ. നീളം നമ്മുടെ കഴുത്ത് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചാണ് നീളം വേണ്ടത്. ഒരു ചെറിയൊരു കഷ്ണം തന്നെ മതിയാവും. നമ്മൾ ബാക്കിൽ നിൽക്കുന്ന പറഞ്ഞാൽ ഭയങ്കര ചെറുതല്ലേ. അപ്പോൾ ദേ ഞാൻ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ള തുണി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിലെ നെക്ക് ഉണ്ടല്ലോ, അവിടുത്തെ നല്ല വശവും അതേപോലെ ഈ നമ്മൾ കഴുത്തിൽ ചേർത്ത് വെക്കാനുള്ള തുണി ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശവും കൂടിയിട്ട് ഇതേപോലെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ എഡ്ജിൽ കൂടെ അതിൻ്റെ തെറ്റത്തൂടെ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇത്ര ഒരു കുഞ്ഞു കഷ്ണം തുണി മതി, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ അറ്റെത്തി കഴിഞ്ഞു, കെട്ടിട്ടിട്ട് നിർത്തുക കേട്ടോ. എന്നിട്ട് എക്സ്ട്രാ വന്നിരിക്കുന്ന തുണി വെട്ടിക്കളയാം. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കുക.
നൂലിൻ്റെ ഇപ്പുറത്തെ ഭാഗം കേട്ടോ, ഉള്ളിലേക്ക് കട്ട് ചെയ്യരുത്, അപ്പോൾ തുണി നാശമായി പോവും. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ലൈനിങ്ങിൻ്റെ തുണി ഉണ്ടല്ലോ അതിനെ ഇതേപോലെ ഒരു മടക്ക് കൊടുത്തിട്ട് ഒരു മടക്കും കൂടി കൊടുത്തിട്ട് ഇതേപോലെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം തന്നെ നമ്മുടെ നെക്ക് റെഡിയാണ് കേട്ടോ. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുകയാണെങ്കിൽ ഈ പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒരു ലൈനിങ് തുണി എടുത്തിട്ട് ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ മടക്കി അടിക്കണം. ഫീസിങ് വയ്ക്കുക എന്ന് പറയും. അപ്പോൾ ഇതേപോലെ അറ്റെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി ഒന്നും കൂടി പെർഫെക്ഷൻ കൊടുക്കാനായിട്ട് മറ്റേ അറ്റത്ത്, നമ്മൾ ഒരറ്റത്തല്ലേ സ്റ്റിച്ച് കൊടുത്തിരിക്കണത്, അതിൻ്റെ മറ്റേ അറ്റത്ത് കഴുത്ത് തുടങ്ങണതിൻ്റെ അറ്റത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ബാക്ക് റെഡിയാണ്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടും ബാക്കും കണ്ടോ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കിൽ നല്ല വശവും അതുപോലെ ഫ്രണ്ടിൽ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യമേ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. രണ്ട് ഷോൾഡേഴ്സും രണ്ട് സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്, സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കൈക്കുഴി നമ്മൾ ഓൾറെഡി വെട്ടി വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഈസിലി ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി, ഒരുപാട് വീതിക്ക് മടക്കരുത്, അങ്ങനെയാകുമ്പോൾ ചുളിവുകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് കൈക്കുഴി കംപ്ലീറ്റ്ലി ഇതേപോലെ മടക്കി അടിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫേസിങ് വെക്കേണ്ട ആവശ്യമില്ല, എന്നാൽ തന്നെ നമുക്ക് ചുളിയാണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ മടക്കാൻ പാടുള്ളൂ. ഈശ്വര, അച്ചടി ഭാഷയായി പോയില്ലേ. ഞാൻ പറയണത് മനസ്സിലാവണുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പുറത്തെ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുക, നമുക്ക് ആ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഒരു തവണ മടക്കി അടിക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് ആ സ്റ്റിച്ചിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് കണ്ടോ ഇതേപോലെ അറ്റത്തും ഒരു സ്റ്റിച്ച് കൊടുക്കുക, ആ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സൈഡ് അടിക്കണം, ഷേപ്പാക്കണം. അതിനായിട്ട് നമുക്ക് പാകമുള്ള ഒരു ടോപ്പ് ഇതിൻ്റെ മീതെ വെക്കുക. എങ്ങനെയാണോ നമ്മുടെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിനനുസരിച്ച് നമുക്ക് സൈഡിൽ വരച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മീതെ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം ജസ്റ്റ് ഒന്ന് നീക്കിയിട്ട് സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ട് ഇട്ട് നോക്കുക. ഇതിപ്പോൾ ഇട്ട് നോക്കാൻ പാടൊന്നുമില്ലല്ലോ, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ മീതെ തന്നെ ഇട്ട് നോക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് ലൂസാണെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്, ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാവുന്നതാണ്. ആദ്യമേ തന്നെ നല്ല ടൈറ്റായിട്ട് അങ്ങോട്ട് തുന്നിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചൊക്കെ ഊരിയെടുക്കാൻ പാടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ഇപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് അടിവശം മടക്കി അടിച്ചു കൊടുക്കണം. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു, പെർഫെക്റ്റായി. അപ്പോൾ ജസ്റ്റ് രണ്ട് മടക്ക് കൊടുക്കുക. അടിവശം ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിൽ ആവാട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്ക കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെട്ടാവുന്നതാണ്. ഞാനിപ്പോൾ ഉള്ള ഇറക്കം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു, ആ ഫുൾ തുണി അങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സൈഡിൽ എക്സ്ട്രാ വല്ല തുണി ഉണ്ടെങ്കിൽ അതും വെട്ടിക്കളയുക, അല്ലെങ്കിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് ചുളുങ്ങി നിൽക്കും. അത്രയേ ഉള്ളൂ. കണ്ടോ, ഭയങ്കര സിമ്പിൾ അല്ല. നമുക്കൊരു 10 മിനിറ്റിൽ ഈ ജാക്കറ്റ് തുന്നിയെടുക്കാവുന്നതാണ്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്തിരിയെങ്കിലും തുന്നാൻ അറിയാമെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിക്ചർ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.